സർവ്വവിധ അനുഗ്രഹത്തിനും ഈശ്വര ഭക്തിക്കും അതുപോലെ ദുരിതശാന്തിക്കും വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ആവുന്നത്ര അതുപോലെ സമയമെടുത്ത് ജപിക്കുക. ഹരി ഓം. ഹരേ കൃഷ്ണ. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന രംഗങ്ങളിൽ നിന്നാണ് ഈ ഭാഗവതം കഥ ആരംഭിക്കുന്നത്. മഹാഭാരത യുദ്ധം, അതിഗംഭീര യുദ്ധം, 18ാം യുദ്ധം നമ്മൾ കേട്ടു. ഭീമന്റെ ഗദാപ്രഹരം ഏറ്റിട്ട് അർദ്ധപ്രാണനായി കിടക്കുന്ന ദുര്യോധനന്റെ ഇഷ്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അശ്വത്ഥാമാവ്, ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് ചതിയോട് കൂടിയിട്ട് പടകുടീരങ്ങളിൽ കിടന്നുറങ്ങിയിരുന്ന പാഞ്ചാലിയുടെ മക്കളെയൊക്കെ വധിക്കുന്ന ഒരു രംഗം സഹിക്ക വയ്യാണ്ട് കണ്ട് പാഞ്ചാലി അർജുനനോട് വിവരം പറയണു. ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് അർജുനൻ നേരെ തൻ്റെ മക്കളെ കൊന്നവന്റെ ശിരസ് കൊണ്ടുവന്നല്ലാതെ ഞാൻ പിന്മാറില്ല എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് നേരെ പോയി അശ്വത്ഥാമാവുമായിട്ട് യുദ്ധം ചെയ്ത് അശ്വത്ഥാമാവിനെ പേടിച്ചു കെട്ടി കൊണ്ടുവന്നു. വധിക്കാൻ വേണ്ടിയിട്ട് വാളെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ദ്രോണപുത്രനാണ്, വധിക്കാൻ പാടില്ല. അത് യുധിഷ്ഠിരൻ പറഞ്ഞു, ഗുരുപുത്രനെ വധിക്കാൻ പാടില്ല, തന്നെയല്ല ബ്രാഹ്മണനാണ്, വധിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ അശ്വത്ഥാമാവിൻ്റെ വിജയത്തിൻ്റെ അടയാളമായിരുന്ന ശിരസിലിരുന്ന ഒരു രത്നമുണ്ട്, ആ രത്നം അങ്ങോട്ട് വാളുകൊണ്ട് വെട്ടി അങ്ങോട്ട് എടുത്തു. മുടി അങ്ങ് മുണ്ടനം ചെയ്തങ്ങ് പറഞ്ഞു വിട്ടു. ചോരയൊലിപ്പിച്ചും കൊണ്ടും അസൂയയുടെയും സ്വാർത്ഥതയുടെയും മൂർത്തീഭാവമായിട്ട് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയാക്കി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ യുദ്ധം വിജയിക്കുകയാണ്. യുദ്ധത്തിൽ വിജയിക്കാൻ തയ്യാറായെങ്കിൽ പോലും, വിജയിക്കാനുള്ള സാധ്യതകളുണ്ടായെങ്കിൽ പോലും അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം വീണ്ടും ഇവരെ പാണ്ഡവരെ ശല്യം ചെയ്തു വരികയാണ്. ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശനം കൊണ്ടൊന്ന് തടഞ്ഞു വെച്ചുവെങ്കിൽ പോലും ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തി അങ്ങോട്ട് കുറയണില്ല. ആ അസ്ത്രം എന്ത് ബാധിച്ചു? അഭിമന്യുവിന്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ എല്ലാവർക്കും ദുഃഖമായി. ആ ഗർഭാലസി പോലോ ഭഗവാനോട് തന്നെ അപേക്ഷിച്ചു. ഭഗവാൻ വേറൊന്നുമില്ല, വളരെ സൂക്ഷ്മസ്വരൂപിയായിട്ട് ആ സുദർശന രൂപിയായിട്ട് ആ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് രക്ഷിച്ചു. ഭഗവാൻ ആ ഗർഭം രക്ഷിച്ചു. അങ്ങനെ പരീക്ഷണത്തിലൂടെ രക്ഷിച്ച ആ പരീക്ഷിത്ത് അവിടെയാണ് ഉത്തരയുടെ ഗർഭത്തിലൂടെ പിറങ്ങുന്നത്. അതീവ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഉത്തരയുടെ ഗർഭത്തിൽ നിന്നും പുറത്തു വരികയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അങ്ങനെ ആ പരീക്ഷത്തിന് ജീവൻ നൽകിയത് തന്നെ ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷിത്ത് മഹാരാജാവ് എങ്ങനെയാണ്? ഭഗവാന്റെ ഭക്തനാണ്. ജന്മനാ തന്നെ ആ ഗർഭസ്ഥ ശിശുവായിട്ടുള്ള പരീക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഭഗവാന്റെ ആശ്രിത വാത്സല്യം എത്രമാത്രമാണെന്നുള്ളത് കുന്തിദേവി ഇങ്ങനെ കാണുകയാണ്, കൃതജ്ഞതാപൂർവ്വം ഓർക്കുകയാണ്. യുദ്ധാനന്തരം എല്ലാം നഷ്ടപ്പെട്ട് കാണുമ്പോഴും ഈ ഭഗവാൻ ഇവർക്ക് വേണ്ടുന്നെല്ലാം നൽകി. ആ കൗരവ പാണ്ഡവ യുദ്ധമൊക്കെ കഴിഞ്ഞു. പാണ്ഡവന്മാർക്ക് വേണ്ടുന്ന ഭൂമിയൊക്കെ തിരിച്ചു കൊടുത്തു. സ്വാന ശ്രീകൃഷ്ണ ഭഗവാൻ കുന്തിദേവിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, പാണ്ഡവന്മാരുടെ അടുത്ത് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്, ഇനി തിരിച്ചു പോകാൻ സമയമായി. അപ്പോ കുന്തിദേവിക്ക് അത് സഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് ഭഗവാൻ. കുന്തിദേവി ഭഗവാനോട് ഇങ്ങനെ പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ, ഞങ്ങളുടെ എല്ലാ ആപത്തിലും, മഞ്ഞിലും വെയിലിലും മുള്ളിലും മുരിക്കിലും എന്ന് വേണ്ട വേനൽക്കാലത്തും അതുപോലെ വർഷത്തിലുമൊക്കെ ഞങ്ങളോടൊപ്പം കൂടിയുണ്ടായിരുന്ന, ഞങ്ങൾക്ക് രക്ഷകനായിരുന്ന, ഞങ്ങൾക്ക് ആഹാരമായിരുന്ന, ഞങ്ങൾക്ക് പ്രകാശമായിരിക്കുന്ന ഭഗവാൻ എല്ലാ കാലത്തും ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സൗഭാഗ്യം എന്നുള്ളൊരവസ്ഥയിലേക്ക് നഷ്ടപ്പെട്ടു പോയ രാജ്യവും പരിവാരങ്ങളും എല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഭഗവാനെ അങ്ങോട്ട് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം നൽകിയ ആ ദുഃഖം തന്നെ നൽകിയാലും എന്നുള്ള ആ പരമപ്രേമത്തോടു കൂടിയിട്ടുള്ള ആ കുന്തിദേവിയുടെ ഭക്തി, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയാണ് കുന്തിദേവിയുടെ ഭക്തി എന്നുള്ളത്. ആരെങ്കിലും പറയുമോ നമുക്ക് ദുഃഖം തരാൻ വേണ്ടിയിട്ട്? ഇല്ല. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, യുഗം നാലിലും നല്ലൂ കലിയുഗം. നല്ലതാണ് കലിയുഗം എന്ന് പറഞ്ഞു. കലിയുഗത്തിന്റെ ചെയ്തികൾ മുഴുവൻ വർണ്ണിച്ചിട്ട് പറയാണ്, എന്താ കാര്യം എന്താ? തിരുനാമ സങ്കീർത്തനത്തിന് വേണ്ടിയിട്ട് പറ്റുന്ന സമയമാണ് കലിയുഗം. അതുകൊണ്ട് കലിയുഗത്തിൽ തന്നെ ജീവിക്കാനും ഈ ഭാരതഖണ്ഡത്തിൽ തന്നെ ജനിക്കുവാനും വീണ്ടും വീണ്ടും ഒന്നുകൂടി ജനിക്കുവാനും ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ച് കൊതി തീർന്നില്ല. ഗോപിമാരൊക്കെ അങ്ങനെയും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ച് കൊതി തീർന്നില്ല. അതുകൊണ്ട് ഈ ജന്മം ഞങ്ങൾക്ക് കൊണ്ട് അവസാനിച്ച് വിഷ്ണു പാദങ്ങളിലാവണം നിർബന്ധമില്ല, കൃഷ്ണന്റെ പാദങ്ങളിലേക്ക് ഒന്നുകൂടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവൻ നൽകിയാലെന്നുള്ള
രീതിയിൽ മഹാത്മാക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ അപേക്ഷിച്ചതായിട്ടുള്ള കീർത്തനങ്ങളിലും പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഈ കുന്തിദേവി ഇവിടെ ചോദിക്കണത് എന്താണ്? വേറൊന്നും എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ ദുഃഖം മാത്രം മതി എന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോഴോ ഈ ദുഃഖം മാത്രം മതി എന്ന് പറയുമ്പോൾ ഭഗവാൻ വേണ്ടതെല്ലാം നൽകും. അതാണ് വാദം കൊണ്ട് വലഞ്ഞിടുന്നവന് വടിയില്ലാതെ അങ്ങെണീറ്റോടിടാം, വായിൽ ജിഹ്വ തളർന്നവനു വളരെ ചാതുര്യമായി പാടിടാം, വീടും ഭൂമികളും നശിച്ചവന് ആ സൗധങ്ങളിൽ കൂടിടാം, വാഗച്ചാർത്തു തൊഴുന്ന ഭക്തന് ഭവാൻ എന്തും കൊടുക്കും വിഭോ. ശ്രീ ഗുരുവായൂരപ്പന് മുമ്പിൽ നിന്നിട്ട് ഏതോ ഒരു ഭക്തൻ ഇങ്ങനെ എഴുതിയ ശ്ലോകമാണിത്. എന്തും നൽകുന്നതാണ്. കാരണം ദുഃഖമാണ് അനുഭവിക്കണതെങ്കിൽ ശ്രീകൃഷ്ണ പ്രേമത്തിലോ അല്ലെ വിഷ്ണു ഭക്തിയിലോ ലയിച്ചിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പരീക്ഷണങ്ങൾ നേരിടാറുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഭൗതികമായിട്ടുള്ള ചിന്തയെയും ദൗഷ്ടമായിട്ടുള്ള വികാരത്തെയും പാപദോഷത്തെയും മുഴുവനും ഭഗവാൻ അങ്ങോട്ട് അനേക ജന്മാർജിത പാപചോരം, വളരെ ജന്മങ്ങൾ കൊണ്ട് എടുത്തിട്ടിരിക്കുന്ന പാപത്തെ മുഴുവനും ചോരിച്ചതിന് ശേഷം മോഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ കഥകളിലും അങ്ങനെയാണ്. അത് ദുഃഖിപ്പിക്കുന്നത് എങ്ങനെയാ? ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥവികാരത്തെ വറുത്ത നെല്ല് പോലെ, നെല്ലിനുള്ളിലുള്ള വിത്ത്, ആ വിത്തിന്റെ ശക്തി പിന്നെ മുളയ്ക്കാതിരിക്കാൻ എങ്ങനെ വറുത്തു മാറ്റിയോ അതുപോലെ ഗോപികമാരുടെ ഹൃദയത്തിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള സ്വാർത്ഥ ചിന്ത ഭഗവാൻ മാറ്റിയതിനു ശേഷമാണ് അവരെ സ്വീകരിക്കണമെന്നർത്ഥം. അതുപോലെ ഒരു ഇരുമ്പ് പണിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഉലയിൽ വെച്ച് തുരുമ്പ് പിടിച്ച ഇരുമ്പിനെ പഴുപ്പിച്ച് വെള്ളത്തിൽ മുക്കി അടിച്ച് ഉടച്ച് എങ്ങനെ സ്റ്റീൽ പോലെയാക്കി മാറ്റുന്നുവോ, തിളങ്ങുന്നത് പോലെയാക്കി മാറ്റുന്നുവോ, അതുപോലെ ആ മനുഷ്യരെ അവരെ എന്തു ചെയ്യും? അതീവ ദുഃഖങ്ങളാകുന്ന, അതീവ സങ്കടങ്ങളാകുന്ന, പ്രതിസന്ധികളാകുന്ന ആ ഉലയിൽ വെച്ച് നന്നായിട്ട് ഭഗവാൻ ഒന്ന് പഴുപ്പിക്കും. അതിനുശേഷം ആ ഉള്ളിലുള്ള കറകൾ മുഴുവൻ കളഞ്ഞതിന് ശേഷം അങ്ങോട്ട് എടുക്കും. ഒട്ടും സംശയിക്കേണ്ടെന്ന അർത്ഥം. എല്ലാം കൊടുക്കും എന്നാണ്. വാഗച്ചർത്തു തൊഴുന്ന ഭക്തന് ഭവാൻ എന്തും കൊടുക്കും വിഭോ. അതിന് ഇവിടെ അതേപോലെ ഈ ദുഃഖം എനിക്ക് നൽകിയാലെന്ന് പറഞ്ഞ് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്ന കുന്തിസ്തുതി എന്ന് പറഞ്ഞ സ്തുതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ്. പ്രഥമ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 43 വരെ ശ്ലോകങ്ങളിൽ വളരെ വിശദമായിട്ട് ഭാഗവത്തിൽ കൊടുത്തിരിക്കുന്ന ഫലമാണ്. ആ പാരായണത്തിന് ഫലമുണ്ട്. തീർച്ചയായും ദുരിതശാന്തിയാണ് ഫലം. അതോടൊപ്പം തന്നെ ഭഗവത് ഭക്തി. ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവജായതി തഥാ ഗുരുഷ്വ ദേവേശ നാഥസ്തന്നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന സ്തം നമാമി ഹരിംബരം. ആ ഈശ്വരനോടുള്ള ഭക്തിയാണ് എനിക്ക് നൽകിയാലും ഭവേ ഭവേ യഥാഭക്തി, അത് നൽകിയാലും എന്നാണ് കുന്തിദേവി അപേക്ഷിക്കുന്നത്. ആ ഭക്തിക്ക് വിരുദ്ധമായിട്ട് എനിക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെയാണ് തരണതെങ്കിൽ അത് വേണ്ട എന്ന് ആ കുന്തിദേവി നിസ്വാർത്ഥതയോടുകൂടി പറയണു. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൃഢമീദൃശാ മൂഢദൃശാ അടോ നാട്യധുരോ യഥാ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. അങ്ങനെ 26 ശ്ലോകത്തോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണി വൃഷഭാവനിധൃക് രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ
ഭഗവൻ നമസ്തേ എന്ന് ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ കുന്തിദേവി നമസ്കരിക്കണു. സർവ്വവിധ അനുഗ്രഹത്തിനും ഈശ്വര ഭക്തിക്കും അതുപോലെ ദുരിതശാന്തിക്കും വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ആവുന്നത്ര അതുപോലെ സമയമെടുത്ത് ജപിക്കുക. ആബാലവൃദ്ധം, കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഇത് ജപിക്കുമ്പോൾ തീർച്ചയായും മനസ്സ് സ്വസ്ഥാകും, ആ ഭഗവത് അനുഗ്രഹം ഉണ്ടാവും. എന്തെല്ലാം ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഉണ്ട് അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുന്ന ഭാഗവതം പറയണു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. ഹരി ഓം.